ഗൈസ്, ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ട്. ആൻഡ് ഇന്ന് എനിക്ക് ഫസ്റ്റ് ഡേ ആണ്. അതായത് സെമസ്റ്റർ ബ്രേക്ക് കഴിഞ്ഞ് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ. അതുകൊണ്ട് തന്നെ നല്ല മടിയുണ്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 9 മണിയായി. ആൻഡ് ഇനി സൂര്യനില്ല. ചില ദിവസങ്ങൾ ഇങ്ങനെ സമ്മർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ് ആയിട്ടുള്ളൂ. സ്പ്രിങ് ആവുന്ന ഒരു ഇതാണ്. ഇനി അങ്ങോട്ടേക്ക് ക്ലാസ്സുകൾ മാത്രം, അസൈൻമെന്റ്സ്, എക്സാംസ്, സെമസ്റ്റർ എക്സാംസ് ഒക്കെ മാത്രം. നമ്മുടെ വെക്കേഷൻ ടൈപ്പ് മൂഡ് അവസാനിച്ചു. സോ ദിസ് ഈസ് വാട്ട് ഐ എം വെയറിങ്. പിന്നെ ഇതിൻ്റെ മേലെ ഒരു ജാക്കറ്റ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ക്ലാസ് മാത്സ് സബ്ജക്റ്റിന് പോവാം. ഇന്നൊരു നല്ല മങ്ങിയ ദിവസമാണ്. അതായത് ഇന്ന് അത്ര വെയിലില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പാണ്. ശരിക്കും സമ്മറായി, എന്നാലും ചില ദിവസങ്ങളിൽ ഭയങ്കര തണുപ്പായിരിക്കും ഇവിടെ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ചെറിയൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇത്തിരി നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു. ഇന്ന് നമുക്ക് 8:30 ഇറങ്ങിയാണ് ഈ പോകുന്നത്. കാരണം 9:30 ക്ലാസ്. അതുകൊണ്ട് തന്നെ നല്ല മടി പിടിച്ചാണ് പോകുന്നത്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ എം വെയറിങ്. സോ സബ്ജക്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ പുറത്തൊക്കെ കണ്ടോ നല്ല പച്ചപ്പ് വന്നിട്ടില്ലേ? അങ്ങനെ ഞങ്ങളുടെ വിഷയം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് അടുത്ത സബ്ജക്റ്റിന് പോകാൻ പോകണം. അടുത്ത സബ്ജക്റ്റ് വേറൊരു ബിൽഡിങ്ങിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇനി കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മളെല്ലാവരും വാഷ്റൂമിൽ പോയേക്കും കേട്ടോ. വാഷ്റൂമിലെ മിററിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കി എൻ്റെ മുടി ഒന്ന് സെറ്റാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, പോകുന്നതിന് മുന്നേ വാഷ്റൂം കണ്ടെങ്കിൽ ഒരു സമാധാനമില്ല. അങ്ങനെ നമ്മളിപ്പോൾ നെക്സ്റ്റ് ബിൽഡിങ്ങിലേക്ക് നടക്കുവാണ്. ഇതാണ് പോകുന്ന വഴി. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ മരങ്ങളിലെ ഇലകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല കണ്ടോ. കുറേ സ്ഥലങ്ങളിൽ പച്ചപ്പായിട്ടുണ്ട്, എന്നാൽ ഇലകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല ഈ മരങ്ങളിലൊക്കെ. ചിലതിലൊക്കെ വരുന്നുള്ളൂ. സോ ഈ ടൈമിനെയാണ് നമ്മൾ പറയുന്നത് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ പൂത്തുലഞ്ഞെല്ലാം വരുന്നൊരു സമയം. ആദ്യമൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ പൂത്തുലഞ്ഞ് വരുന്നത് കാണാനായിട്ട്. കാരണം ഇവിടുത്തെ മിക്ക മരങ്ങളിലും ആദ്യം ഒരു പൂ പോലെയാണ് വരുന്നത്. അതിനുശേഷം അത് ഇലകളായിട്ട് മാറും. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ നെക്സ്റ്റ് സബ്ജക്റ്റും കഴിഞ്ഞു. എനിക്ക് അതൊന്നും എടുക്കാനേ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാൻ പോകും കേട്ടോ. അപ്പം നമ്മളുടെ നെക്സ്റ്റ് ബസ് കാത്ത് നിൽക്കുവാണ്. നമ്മളിനി ഇവിടെ നിന്ന് ഒരു ബസ് പിടിച്ച് പോയിട്ട് ട്രെയിനിന് പോയിട്ട് അങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. ഒന്നില്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ട്രെയിനൊക്കെ പിടിച്ച് വേണം പോകാനായിട്ട്. പോകുന്ന വഴി നോക്ക് എന്ത് ഭംഗിയാണെന്ന്. സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ ഇപ്പം ഞങ്ങളൊരു 3-4 സ്ഥലങ്ങളൊക്കെ 3-4 ബസ്സൊക്കെ കയറി തിരിച്ചു വന്നപ്പോൾ ഇവിടുത്തെ പൂക്കൾ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നതാണ്. എന്ത് ഭംഗിയാലും. ഇതിപ്പോൾ ഞങ്ങളുടെ സ്ഥലമാണ്. അതായത് ഞാൻ താമസിക്കുന്ന എൻ്റെ ഹോസ്റ്റൽ പ്ലേസ്. അതിന് മുമ്പിൽ ട്യൂലിപ്പും ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ ഓണർ ഹീസ് എ ഗാർഡനർ ആൻഡ് ഹി ലവ്സ് പ്ലാനിങ് ആൻഡ് ഓൾ. എന്ത് കളർഫുള്ളാണ് ഇവിടുത്തെ ചെടികളും മരങ്ങളൊക്കെ കാണാനായിട്ട്. ഇവിടുത്തെ ഇലകളും പൂക്കളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് വളരും. അതായത് നമ്മളുടെ നാട്ടിലിപ്പോൾ നമ്മൾ കുറേ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണ്ട. ഇവിടെ ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി, പെട്ടെന്ന് വളരും. എൻ്റെ സ്ഥലം ഞാൻ റൗണ്ട് അടിച്ച് കാണിക്കാം. നമ്മളുടെ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ്സിൽ ബസ്സിന് വന്നിട്ട് ചെറിയൊരു തലവേദന എടുക്കുന്നു. ഇനി നമ്മൾക്ക് അങ്ങോട്ട് ക്ലാസ്സുകൾ മാത്രമുള്ള ദിനങ്ങളായിരിക്കും. പീരിയഡ്സ് ഉണ്ടാവില്ല. അതാലോചിക്കുമ്പോൾ ഐ എം നോട്ട് ഫീലിംഗ് ദാറ്റ് ഹാപ്പി, യു നോ. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇന്ന്. സോ ഇനി നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഇനി ക്ഷീണിച്ച് വന്ന് ഇനി അസൈൻമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ജോലി. എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് നാളൊന്നും വേണ്ട, ഇപ്പം തന്നെ ഒരു പച്ചപ്പ് വന്ന് തുടങ്ങിയിട്ടില്ലേ. ഇനി വെറും മാക്സിമം ഒരു 2-3 ആഴ്ച അതിനുള്ളിൽ ഇവിടെ ഫുള്ള് പച്ചയായി മാറും. അപ്പം എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. അപ്പം നമ്മൾ ഈ സ്ഥലമാണെന്ന് വിചാരിക്കത്തേയില്ല. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് മുറിയൊന്ന് റൂമൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അതായത് ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. കാരണം എൻ്റെ റൂം കണ്ടില്ലേ, കാർപ്പറ്റാണ്. ഇവിടുത്തെ ഫ്ലോറിൽ ഫുൾ ഒരു എൻറ്റയർലി ഒരു കാർപ്പറ്റാണ് വിരിച്ചിരിക്കുന്നത്. അതല്ലാതെ ടൈൽസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുന്ന് പൊടികളൊന്നും നമുക്ക് ചൂല് വെച്ച് അടിച്ച് പോകത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ. സോ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഒക്കെ ഞാൻ ക്ലീൻ ചെയ്യത്തുള്ളൂ താഴത്തെ ഫ്ലോറ്. ഐ മീൻ നമ്മുടെ ഫ്ലോറ്. കാരണം എന്ന് വെച്ചാൽ അധികം കാണത്തില്ലല്ലോ, അധികം അറിയത്തില്ല.
ഒന്നാമത്തെ നമ്മൾക്ക് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ മെഷീൻ അപ്പുറത്തുനിന്ന് എടുത്തിട്ട് വരണം, എന്നിട്ട് ഇത് വൃത്തിയാക്കിയതിന് ശേഷം തിരിച്ചു കൊണ്ടുപോയി വെക്കണം. ഇതിന് അത്യാവശ്യം കുറച്ച് വെയിറ്റും ഉണ്ട്. അതല്ലാതെയാണെങ്കിൽ ചൂല് വെച്ചിട്ടൊന്നും പോകത്തില്ല. ബാക്കി എന്ത് വെച്ചിട്ടും ഈ സാധനം പോകത്തേയില്ല. ഒരു പൊടി പോലും പോകത്തില്ല. ഒരു തരിതരിയായിട്ട് കിടക്കുന്ന സാധനങ്ങൾ പോലും പോകാൻ നല്ല പാടാണ്. അപ്പോൾ ഞാൻ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് വൃത്തികേടാവുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ ഇത് വൃത്തിയാക്കുന്നത്. ഇനി ലഞ്ചിന് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രാവിലെ പോയപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. Fry our French fries. I was just okay. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എക്കറവിലെ വെച്ചിട്ട് നല്ല മഴയ്ക്കുള്ള കോള് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ട കാർമേഘം. അങ്ങനെ ഞാൻ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ ലഞ്ച്, ഡിന്നർ, പിന്നെ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അടക്കം ഇതായിരിക്കുള്ളൂ ഇനി അങ്ങോട്ടേക്ക്. സോ ഇനി നമ്മൾ സവാള അരിയുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല. നോർമലി സ്പീക്കിംഗ് കുക്കിംഗ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ഒന്നും ചെയ്യാറില്ല. ചിലരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്. എനിക്ക് മടിയാണ് കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ സർവൈവ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ കിച്ചണിൽ അത്ര അങ്ങോട്ട് വൃത്തിക്കുറവുണ്ട്. സ്പെഷ്യലി നമ്മൾ പിന്നെയും വൃത്തിയാക്കും, എല്ലാവരും വൃത്തിയാക്കണം എന്നില്ലല്ലോ. സോ ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ് ഈസ് ഞാനൊരു എഗ് ഫ്രൈ കൂടി അടിക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി സവാള കുനുകുനരിയുക. ആക്ച്വലി ഞാൻ എയർ ടോപ്പിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെയോ പാടിയിട്ട് നടക്കുവാണ്. പിന്നെയും പിന്നെയും സവാളകൾ ഞാൻ അരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. Let's eat lunch. Let's have our lunch. ഇറ്റ്സ് ഗുഡ്. നന്നായിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് കറി കടലക്കറി, പിന്നെ ഈ കറി തക്കാളി മുട്ടയും കൂടി ചിക്കിയത്. ഓക്കെ, നൗ ഇപ്പം ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ടൊരു 7-8 മണിയായപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കേണ്ട നടക്കാൻ. നല്ല തണുപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ guys, that's my day. Bye.